നമസ്കാരം. ഐഡിയൽ എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെങ്ങനെയാണ് വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മൂന്ന് രീതിയിൽ നമുക്ക് വീഡിയോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എവിടെയാണോ ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നമുക്ക് ആവശ്യമുള്ള വീഡിയോകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഏതൊക്കെ വീഡിയോ ആണ് ഇവിടെ നിന്ന് കാണുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ഫോൾഡറിൽ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഈ ഒരു ഐക്കണിൽ മോർ ഓപ്ഷൻ എന്നുള്ള ഈ ഐക്കണിൽ പോവുക. അതിനുശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം ലാർജ് ഐക്കൺ എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ 1-2 വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്യാണ്. നേരത്തെ ഞാൻ ചെയ്ത പ്രൊജക്റ്റ് ഞാൻ സേവ് ചെയ്തില്ല, അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യേണ്ടി വന്നത്. ഞാനിവിടെ വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ഈ വീഡിയോ എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ പ്ലേ ചെയ്യിച്ചതുകൊണ്ട് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ പ്ലേ ചെയ്യിച്ചതുകൊണ്ട് ഈ ഫയലിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മാത്രമാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ ട്രാക്കിലേക്ക്, വീഡിയോ ട്രാക്കിലേക്കും ഓഡിയോ ട്രാക്കിലേക്കും ഫയലിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതും പല മെത്തേഡ് ഉപയോഗിച്ച് കൊണ്ടുവരാം. ഈ ട്രാക്കിലേക്ക് നമുക്ക് ഫയലിനെ കൊണ്ടുവരാം. ആദ്യമായിട്ട് ഈ നടുക്കൊരു പ്ലസ് സിമ്പിൾ കണ്ടോ? ഈ ബാർ എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്കാണ് നമ്മൾ ഈ പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇൻസേർട്ട് ആവുക. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് ഇരിക്കുന്നത്. ഞാൻ ഈ പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്യുമ്പോൾ ചോദിക്കും ഏത് റെസൊല്യൂഷനിലാണ് വേണ്ടത്. ഈ 192x1080 30 FPS-ഉം 25 FPS-ഉം ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നാണ് FPS-ൻ്റെ അർത്ഥം. ഇതിൽ ഏത് റെസൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ചോദ്യം. ഞാൻ സാധാരണ 30-ലാണ് ചെയ്യാറ്, കാരണം ക്ലാരിറ്റി കൂടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഈ കർസർ ഇരുന്നത്. സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഫയൽ ഇൻസേർട്ടായത്. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്യുന്നു. കണ്ടോ, കർസർ എവിടെയാണോ ഇരുന്നത് അവിടെയാണ് വീഡിയോ ഇൻസേർട്ട് ആവുന്നത്. എനിക്ക് സ്റ്റാർട്ടിങ്ങിലാണ് വരേണ്ടത്. കർസർ എവിടെയായിരിക്കുന്നത്, ഞാൻ ഹോം എന്നുള്ള കീ പ്രസ് ചെയ്താൽ കർസർ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തും. ഇനി ഞാൻ ഈ വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്നു. ഒന്നുകിൽ ഈ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ പ്ലേ ചെയ്യിച്ച് നോക്കുന്നു. ഈ വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ആവുന്നത്. അടുത്ത വീഡിയോ ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇത് പ്ലേ ബട്ടൺ ആണ്, ഇത് സ്റ്റോപ്പ് ബട്ടൺ ആണ്. സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മളുടെ കർസർ എത്തും. അതിനുശേഷം പ്ലേ ചെയ്യാം. ഇപ്പം ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. ആ പറയട്ടെ എന്ന് പറയുന്ന ആ പോർഷൻ എനിക്ക് വേണ്ട. ഈ സ്റ്റാർട്ടിങ് പോർഷൻ എനിക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഹായ് ഫ്രണ്ട്സ് മുതൽ മതിയെങ്കിൽ ഞാൻ ഈ കർസറിനെ ഇവിടെ കൊണ്ടേ വയ്ക്കുന്നു. അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സൂം ചെയ്യാനായിട്ട് ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സൂം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിങ്ങനെ വലിച്ചു വെച്ചാൽ ഈ ഒരു
വീഡിയോ നമുക്ക് വലുതായി കാണാനായിട്ട് സാധിക്കും. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ ഇത് മാക്സിമത്തിലാണ് നിൽക്കുന്നത്. ഇത് തന്നെ ഈ പ്ലസ്സിലും മൈനസിലും ക്ലിക്ക് ചെയ്താലും വരും. അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് വീഡിയോയുടെ ലെങ്ത്ത് കൂടില്ല, വീഡിയോയുടെ ഫ്രെയിമുകൾ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് സൂം ചെയ്ത് നമുക്ക് വലുതാക്കി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് പറഞ്ഞ് പ്ലേ ചെയ്യിച്ചാൽ കണ്ടോ, അത് ഇവിടെ മുതലാണ് നമുക്ക് തുടങ്ങുന്നത്. ഈ മ്യൂസിക്കിൻ്റെ ഈ ഓഡിയോയുടെ വേവിനനുസരിച്ച് ഈ വേവുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോ സംഭാഷണവും എവിടെയാണ് എന്ന് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇതിനെ ഒന്നുകിൽ ഈ കത്രിക ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് കട്ടാവുന്നതായിട്ട് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ടോപ്പിൽ ഇതേ സിസറിൻ്റെ ഒരു ഐക്കണുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ Ctrl+B ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ കട്ട് ചെയ്ത പോർഷന് നമുക്ക് വേണ്ടാത്ത പോർഷൻ ഏതാണോ ആ പോർഷൻ്റെ മേലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി ഒന്നും കൂടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ സ്റ്റാർട്ടിങ് മാത്രമായിട്ട് ഹായ് ഫ്രണ്ട്സ് മുതൽ ഉണ്ടോ. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള വീഡിയോ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റി. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യിക്കുന്നു. അപ്പോൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പ്ലേ ആവുന്നത് ഇവിടെയാണ്. ഇതിങ്ങനെ പ്ലേ ആയി. എനിക്ക് വേണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ വേണ്ട. അപ്പോൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി ഐ എന്നുള്ള കീ പ്രസ് ചെയ്യുക. ഐ. ഇനി എവിടം വരെയാണോ നമുക്ക് വേണ്ടത് അവിടെ വരെ പ്ലേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓ എന്ന കീ പ്രസ് ചെയ്യുക. ഇവിടം വരെയാണ് എനിക്ക് വേണ്ടത്, അവിടെ ഞാൻ ഓ എന്ന് പ്രസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ഫ്ലാഗിൻ്റെ പോലത്തെ ചിഹ്നം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മുടെ വീഡിയോയുടെ പോർഷൻ. നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതാ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് പ്ലേ ചെയ്യിച്ചു നോക്കാം. കണ്ടോ, സ്റ്റാർട്ടിങ് മുതൽ തന്നെ വന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടും വീഡിയോയെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ വെച്ചിട്ടും നമുക്ക് വീഡിയോയെ കട്ട് ചെയ്ത് ആവശ്യമുള്ള ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ വീഡിയോ ട്രാക്കിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. ഇത് തന്നെ ഇപ്പോൾ ഈ ഐയും ഓയും നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇന്നും ഔട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങും എൻഡും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയെ ഇവിടെ നിന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ടാലും നമുക്ക് അത്രയും പോർഷൻ തന്നെയാണ് ഇവിടെ പ്ലേ ആവുക. ഇങ്ങനെ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനിടയ്ക്കുള്ള ഈ ഗ്യാപ്പ്, ഇതൊരു ബ്ലാങ്ക് സ്ക്രീനാണ് വരിക. കണ്ടോ, വീണ്ടും അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ബ്ലാങ്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ യോജിച്ചോളും. ഇങ്ങനെയാണ് ഫിലിമോറയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഈ വീഡിയോ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് അടിച്ചാൽ ആ വീഡിയോ ഈ വീഡിയോ ട്രാക്കിൽ നിന്നും പോകുന്നതായിരിക്കും. ഇനി ഈ ഫയൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഫയലിൽ പോവുക, സേവ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ Ctrl+S പ്രസ് ചെയ്യുക. നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിനൊരു പേര് കൊടുത്ത് വേണം സേവ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഫിലിമോറ പാർട്ട് 2 എന്നാണ് സേവ് ചെയ്യുന്നത്. ആ പേര് കൊടുക്കുക, അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ പ്രോജക്റ്റ് സേവ് ആവുന്നതായിരിക്കും. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.